കഴിഞ്ഞിട്ടില്ല. എന്റെ മുൻ സുഹൃത്തുക്കളെ, നിങ്ങൾ എങ്ങോട്ട് പോവല്ലേ? ആശാ വർക്കർമാരുടെ സമരത്തിന്റെ ഇടയിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ്. പിണറായി വിജയൻ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആശാ വർക്കർമാര് അവരുടെ ഓണറേറിയം കൂട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്തത്. അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം തന്നെ ഏകദേശം 7,000 രൂപയോളാണ് അന്ന് പിണറായി വിജയൻ സർക്കാർ മാത്രം കൂട്ടിയത്. 7,000 രൂപയോളാണ് പിണറായി വിജയൻ സർക്കാർ മാത്രം കൂട്ടിയത്. ശരി, അദ്ദേഹം കൂട്ടിയതൊന്നും ജനങ്ങൾ തിരിച്ചറിഞ്ഞില്ല, അവിടെ കെടുക്കട്ടെ. നമുക്കൊരു വേറെ കാര്യത്തിലേക്ക് കിടക്കാം. ഇവിടെ ഇനി വേറൊരു ഇന്റർവ്യൂ കൂടി നിങ്ങളൊന്ന് കാണണം. അപ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. നോക്ക്, അവിടെ വരൂ. വളരെ സന്തോഷത്തോടെയാണ് ആശാവർക്കർമാർ നിലവിൽ ഈ ഒരു പ്രഖ്യാപനത്തെ വരവേൽക്കുന്നത്. കാരണം നിലവിൽ 7,000 രൂപ ഉണ്ടായിരുന്ന സമയത്താണ് അവർ ഈ സമരം നടത്തിയത്. സെക്രട്ടറിയേറ്റ് മുന്നിൽ 266 ദിവസം വലിയ സമരം നടത്തി. ശേഷം 2 തവണയായി 2,000 രൂപ വെച്ച് 1,000 വെച്ച് വർദ്ധിച്ചു. ഒരു തെറ്റുണ്ട്. 7,000 രൂപ ഉള്ളപ്പോഴല്ല സമരം നടത്തിയത്, 9,000 രൂപ ഉള്ളപ്പോഴാണ്. 9,000 രൂപയായിട്ടും ഇവര് സമരം ഒഴിവാക്കിയില്ല. ബാക്കി കേൾക്കാം. 2,000 രൂപ കൂടി 9,000 രൂപ നിലയിലായിട്ടും പക്ഷേ 21,000 രൂപ ഓണറേറിയം വേർത്തനം വേണമെന്നൊരു പ്രധാനപ്പെട്ട ആവശ്യം. ആ ആവശ്യത്തേക്ക് എത്തിയില്ലെങ്കിൽ പോലും 3,000 രൂപ നിലയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 3,000 രൂപ വർദ്ധിപ്പിച്ചു. അതിൽ അസംതൃപ്തരാണോ? ആദ്യ ക്യാബിനറ്റിൽ തന്നെ ആശമാരെ പരിഗണിക്കാമെന്ന് പറഞ്ഞ വാക്ക് ഈ ഗവൺമെന്റ് പാലിച്ചിരിക്കുകയാണ്. ആദ്യ ക്യാബിനറ്റിൽ തന്നെ ഒരു 3,000 രൂപയുടെ വർധനവ് വരുത്തിയിരിക്കുന്നു. 3,000 രൂപയല്ല, ഞങ്ങൾ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചു ആദ്യ ക്യാബിനറ്റിൽ. പക്ഷേ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക നില എത്രയാണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നടത്തിയൊരു പ്രഖ്യാപനമാണ്. ഘട്ടം ഘട്ടം. എന്റെ സുഹൃത്തുക്കളെ, ആശാ വർക്കർമാർ ഗവൺമെന്റിന്റെ സാമ്പത്തിക നിലയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആശാ വർക്കർമാരെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് ഗവൺമെന്റിന്റെ സാമ്പത്തിക നിലയെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സാമ്പത്തിക നിലയിൽ ഇത്രയല്ലേ വർദ്ധിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പം 3,000 വർദ്ധിപ്പിച്ചതിന് ഒരു വലിയ സംഖ്യയാണ്. ഞങ്ങൾ വളരെയധികം സംതൃപ്തരാണ്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് അന്നത്തെ ഗവൺമെന്റിന്റെ സാമ്പത്തിക നിലയെ കുറിച്ചിട്ടൊന്നും ഇവർ ചിന്തിക്കാതിരുന്നത്? സുഹൃത്തുക്കളെ, പച്ച മലയാളത്തില് ഇതാണ് രാഷ്ട്രീയം. ഇതാണ് കൃത്യമായിട്ട് രാഷ്ട്രീയം. ഞാൻ ചോദിക്കുന്നത്, പിണറായി വിജയൻ സർക്കാരിനെ താഴെയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഒരു സമരമായിരുന്നോ ആശാ വർക്കേഴ്സ് എന്നാണ്. കൃത്യമായിട്ടും അതിനെ യെസ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ അവർക്ക് പരാതികളൊന്നുമില്ല. അവരാവശ്യപ്പെട്ടിരുന്നത് 21,000 രൂപ തന്നെ വേണം. തുടക്കത്തിൽ നിങ്ങൾ കണ്ടില്ലേ? വേണമെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം. ചിലപ്പോഴും നിങ്ങൾ ചില കാര്യങ്ങളൊന്നും പെട്ടെന്ന് കാണുകയോ മറ്റോ ചെയ്യില്ല. അതുകൊണ്ടാണ്. ഒന്നുകൂടി കേട്ടോക്കൂ. എവിടെ? അങ്ങനല്ല. കണ്ടില്ലേ? 21,000 ഞങ്ങൾക്ക് വേണ്ടത്. അത് ഉണ്ടെങ്കിലേ ഞങ്ങൾ ഇവിടുന്ന് പോവുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കാനും തയ്യാറാണ്. ഒരു സമര പ്രവർത്തക പറഞ്ഞൊരു വാക്കുകളാണ്. കുഴപ്പമില്ല, അവരുടെ ഗതികേട് കൊണ്ടാണ് അവർ സമരത്തിന് ഇറങ്ങുന്നത്. നമ്മൾ അവരെ അംഗീകരിക്കുന്നു. അവരുടെ ഗതികേട് കൊണ്ട് തന്നെയാണ് സമരത്തിന് ഇറങ്ങുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾക്ക് 9,000 രൂപയിൽ നിന്ന് ഒരു 3,000 രൂപ മാത്രം കൂട്ടിയപ്പോൾ അവർ എങ്ങനെയാണ് സാറ്റിസ്ഫൈഡ് ആയത്? അതാണ് ചോദ്യം. അവരെങ്ങനെയാണ് സാറ്റിസ്ഫൈഡ് ആവുന്നത്? അവർ സാറ്റിസ്ഫൈഡ് ആവാൻ ഒരു സാധ്യതയില്ലല്ലോ. സത്യത്തിൽ ഇന്ന് തന്നെ സമരം തുടങ്ങേണ്ടതല്ലേ ആശാ വർക്കേഴ്സ്? അങ്ങനെയല്ലേ വേണ്ടത്? 21,000 അവരുടെ ടാർഗറ്റ് എങ്കിൽ അവർക്ക് വെറും 3,000 കൂട്ടിയിട്ടുള്ളൂ. നോക്കൂ, 7,000 ഉള്ള സമയത്ത് 2 രൂപ വീണ്ടും കൂട്ടിക്കൊടുത്തു ഈ അവസാന സമയത്ത് പിണറായി വിജയൻ ഗവൺമെന്റ്. എന്നിട്ടും അവർ സമരം അവസാനിപ്പിച്ചില്ല. അവർ സമരം തുടർന്നുകൊണ്ടേയിരുന്നു. അല്ലേ? അവർ സമരം തുടർന്നുകൊണ്ടേയിരുന്നു. അവരാവശ്യം 21,000 ആയിരുന്നു. അതിനിടയ്ക്കാണ് ബഹുമാനപ്പെട്ട VD സതീശൻ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, ഞങ്ങൾ ക്യാബിനറ്റ് കൂടിയാൽ ആദ്യം നിങ്ങളെ കാര്യത്തിൽ തീരുമാനമെടുക്കും, 21,000 ആയിട്ട് ഉയർത്തും. ഉയർത്തിയോ? ഇല്ലല്ലോ. എന്നിട്ടും അങ്ങനെ ഉയർത്തിയിട്ടില്ലാഞ്ഞിട്ട് പോലും ഇവർക്ക് അതിൽ ഒരു കുഴപ്പമില്ല എങ്കിൽ സംതിങ് ഫിഷി അല്ലേ? ചിലയിടത്തൊക്കെ എന്തൊക്കെയോ കിടന്നിങ്ങനെ ഫിഷി ആയിട്ട് കടന്ന് മറയുന്നില്ലേ? അങ്ങനെ തന്നെ വേണ്ടേ നമുക്ക് ഇതിനെ പറയേണ്ടത്? അല്ലാതെ വേറെ രീതിയിൽ നമുക്ക് ഇതിനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തൊക്കെയോ കള്ളക്കളികൾ ഉണ്ടല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോവില്ലേ? തോന്നിപ്പോകണം. അങ്ങനെ തോന്നിപ്പോയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ഇനി നമുക്ക് ഇവരെ വർത്തമാനം തന്നെ ഒന്നുകൂടി കേൾക്കാം. നോക്കിക്കോ. എവിടെ?
21,000 എന്ന് പറയുന്ന അടിസ്ഥാന വേതനം മിനിമം വേതനത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു വാഗ്ദാനം കൂടെ വെച്ചുകൊണ്ട് അത് ഞങ്ങളൊരു പ്രതീക്ഷയായിട്ട് എടുക്കുകയാണ്. എന്താണേലും ഇതേപോലെ വാഗ്ദാനങ്ങളൊക്കെ തന്നെ ആയിരുന്നു കഴിഞ്ഞ തവണത്തെ ഗവൺമെന്റ് കൊടുത്തിരുന്നത്. പക്ഷെ അത് ഇവർ അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു അല്ലേ? അവർ പറഞ്ഞ പോലെ ആ സഡനായിട്ട് പെട്ടെന്ന് 2,000 കൂട്ടുന്നു, ഇനിയും കൂട്ടും. ഒരുപക്ഷെ ഈ ഒരു ഗവൺമെന്റ് വന്നിരുന്നെങ്കിൽ അത് ഇനിയും കൂടുമായിരുന്നു. എന്നിട്ടും ഇവർക്ക് ആ ഒരു ഗവൺമെന്റ് വിശ്വാസമില്ലാതെ അവർ നിരന്തര സമരം ചെയ്തിട്ടുണ്ട് എങ്കിൽ എനിക്ക് തോന്നുന്നത് അത് കൃത്യമായിട്ടും ഒരു പൊളിറ്റിക്സിന് വേണ്ടി തന്നെയായിരുന്നു, ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ടെന്ന് തോന്നിപ്പോകുന്നു. ക്യാബിനറ്റിൽ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞതിനെ ഞങ്ങൾ വളരെ പ്രഖ്യാപിച്ചതിനെ സ്വാഗതം ചെയ്യും. ഷാമിലി, ഞാൻ ആളെ പേര് പറയാൻ മറന്നുപോയി. കേരള ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ്മിനിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, എങ്കിലും ആ പേര് നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് 21,000 ആണ് നമ്മൾ പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ 3,000 രൂപ വർദ്ധിച്ചു. ഇനിയും 21,000 എത്താൻ നമുക്ക് ഇനി ഒരുപാട് വഴിയുണ്ട്. അപ്പം 21,000 എന്നതിലേക്ക് എത്തുന്ന ഒരു പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും എത്തിക്കും. കാരണം അത് ജീവിക്കാൻ വേണ്ടുന്ന മിനിമം വേതനമാണ് 21,000 എന്ന് ആവശ്യപ്പെടുന്നത്. ഒരു ദിവസം 700 രൂപ. അത് നൽകാൻ ഏതൊരു ഗവൺമെന്റും ബാധ്യസ്ഥമാണ്. കഴിഞ്ഞ ഗവൺമെന്റ് അത്രയും പിടിവാശി നടത്തുകയും അത് ഞങ്ങളല്ല കേന്ദ്രമാണ് നൽകേണ്ടതെന്ന് പറഞ്ഞ് 8.5 മാസത്തോളം വലിച്ചു നീട്ടിക്കൊണ്ടു പോയി എന്ന് പറയുന്ന ഒരു അപാകതയാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. പക്ഷേ ഈ അതിലൊരു യാഥാർത്ഥ്യമുണ്ട്. ഇനിയും ഒരു പക്ഷേ അങ്ങനെ സാധിക്കില്ല ഈ ഒരു ഗവൺമെന്റിന് എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. കാരണം ഇത് നൽകേണ്ടത് കേന്ദ്രമാണ്. കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് ഈ ആശാ വർക്കർ എന്ന് പറയുന്ന പദ്ധതി. അത് കേരളത്തിന്റെ പദ്ധതിയൊന്നല്ല, കേന്ദ്രം മുന്നോട്ട് വെച്ച പദ്ധതിയാണ്. അപ്പൊ കൃത്യമായിട്ടും ഒരു ശമ്പളം എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് തരേണ്ടത് അവർ തന്നെയാണ്. അവർ തന്നിട്ടില്ല. അവർ തരാതിരുന്നിട്ട് പോലും ഇവിടെ കൃത്യമായിട്ട് ഓണററി അങ്ങനെ കൂട്ടി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. കേൾക്കാം. തിരുത്താൻ തുടങ്ങിയിരിക്കുന്നു. ഇതൊരു തിരുത്തലാണത്. ഒരു ഗവൺമെന്റ് തിരുത്താൻ തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. 21,000 വേതനം ലഭിക്കുന്നത് വരെയുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇടപെടലുകൾ ഉണ്ടാകും. സാമ്പത്തിക നില മെച്ചപ്പെടുന്നതിനനുസരിച്ച് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. വിരമിക്കൽ ആനുകൂല്യം എന്ന് പറയുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഡിമാൻഡ് അടുത്ത മാസം പരിഗണിക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പം പി ഡി സതീശൻ നേരിട്ട് സമര പന്തലിൽ വന്ന് പറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം എന്തായാലും കൃത്യമായിട്ടും വി ഡി സതീശൻ പറഞ്ഞതല്ല, അംഗീകരിച്ചു. വി ഡി സതീശൻ ചെയ്തു തന്നു എന്ന് പറയുന്ന ഭയങ്കര സംതൃപ്തിയോടുള്ള വർത്തമാനമാണ് ആശാ വർക്കേഴ്സ് ഒക്കെ പറയുന്നത്. അവരുടെ വിശ്വാസം അത് സത്യസന്ധമായിരിക്കട്ടെ, അവരുടെ വിശ്വാസം അവർ രക്ഷിക്കട്ടെ. കേന്ദ്രത്തിന് കിട്ടാനുള്ള സംഗതിയൊന്നും കിട്ടണ്ട എന്ന് തന്നെയാണ് ഇവരുടെ ആഗ്രഹം. കേരളം മാത്രം കൊടുത്താൽ മതി എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ആശാ വർക്കേഴ്സിന് ആശംസകൾ നൽകുന്നു. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലൊക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ 21,000 എത്താൻ സാധിക്കട്ടെ. നിങ്ങളെപ്പോലുള്ള സ്ത്രീകളെല്ലാം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബസ്സുകളിൽ ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സുഹൃത്തുക്കളെ, ബൈ.